ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത് വചനം. നാം എവിടെയൊക്കെയോ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് ഉണരുവാനായി ആവശ്യപ്പെടുന്നത്. ദാവീദ് ഒരിക്കൽ ഉറങ്ങിപ്പോയി. തൻ്റെ കർത്തവ്യത്തിൽ നിന്നും വ്യതിചലിച്ച് ബത്ശേബയുടെ സൗന്ദര്യത്തിന് മുൻപാകെ വീണുപോയി. ഫലമോ, ദാവീദ് 2 മഹാപാപങ്ങളായ വ്യഭിചാരവും കൊലപാതകവും ചെയ്തു. ദലീല എന്ന സ്ത്രീയിൽ ഭ്രമിച്ച ശിംശോനും ഉറങ്ങിപ്പോയി. ഫലമോ, നൽകപ്പെട്ട ദൈവീയ ശക്തി അവനിൽ നിന്നും ചോർന്നുപോയി. നാം ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോകരുത്. ഇന്ന് പലരും പുറമേ നോക്കുമ്പോൾ ഉണർവുള്ളവരാണെങ്കിലും ഉള്ളം മരിച്ചവരെ പോലെയാണ്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ സർദീസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത് വചനത്തിൽ പറയുന്നു. ഇത് ഉറങ്ങേണ്ടുന്ന സമയമല്ല, ഉണരേണ്ടുന്ന സമയമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത് വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഇതിന് സമാനമായ മറ്റൊരു വേദഭാഗം യെശയ്യാപ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതിൻ്റെ 60-ാം അധ്യായം അതിൻ്റെ 1-ാമത് വചനം: എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് യെരുശലേമിലെത്തിയ ഇസ്രായേൽ മക്കൾ നിരാശയിലും അന്ധകാരത്തിലും കഴിഞ്ഞപ്പോൾ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാണ് ഈ വചനം. എഴുന്നേറ്റ് പ്രകാശിക്കുന്നവരിൽ ആണ് ദൈവീയ തേജസ് വരുന്നതെന്ന് പ്രവാചകൻ ആഹ്വാനം ചെയ്തു. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിലും ഉണർന്നിരിക്കുന്നവരുടെ മേൽ ക്രിസ്തു പ്രകാശിക്കും എന്ന് എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് അന്ധകാരം ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുന്നു. അന്ധകാരത്തെ ഭേദിക്കുവാൻ യേശുവാകുന്ന വെളിച്ചം ഭൂമിയിൽ വന്നു. ആ പ്രകാശം നമ്മിൽ ഉദിക്കണമെങ്കിൽ നാം ഉണരണം. വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കണം. ദാവീദും യോനായും ബത്സയിദ കുളക്കര 38 വർഷമായി കിടന്ന രോഗിയും എഴുന്നേറ്റ് പ്രകാശത്തിലേക്ക് കടന്നു വന്നവരാണ്. എന്തുകൊണ്ടാണ് നാം ഉണരണം എന്ന തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്? യേശുവിൻ്റെ 2-ാം വരവ് എപ്പോഴാണെന്ന് അറിയാത്തത് കൊണ്ട് നാം ഉണർന്നിരിക്കണം. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 42-ാമത് വചനത്തിൽ പറയുന്നു: നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായികൊണ്ട് ഉണർന്നിരിപ്പീൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 31-ാമത് വചനത്തിൽ പറയുന്നു: അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ. പൈശാചിക ശക്തികളോട് എതിർത്ത് നിൽക്കുവാൻ ഉണർന്നിരിപ്പീൻ. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യത്തിൽ പറയുന്നു: നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. പാപത്തിൽ പതിക്കാതിരിപ്പാൻ, ദുരുപദേശങ്ങൾ വീണു പോകാതിരിക്കുവാനും ഉണർന്നിരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ്. ഈ ലോകം അന്ധകാരത്തിൽ വീണുകൊണ്ടിരിക്കുന്നു. ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ ധാരാളം നിയമങ്ങൾ ഉണ്ടാകുന്നു. സ്വവർഗ രതിയും വ്യഭിചാരവും തെറ്റല്ല എന്ന് പറയുന്ന നിയമങ്ങൾ സംജാതമാകുന്നു. അന്ധകാരം ഭൂമിയെ മൂടുന്നു. ഈ സമയം ഉറങ്ങിയിരിക്കരുതേ, ഉണരുവീൻ, നീതിക്കായി പൊരുതുവീൻ, എഴുന്നേറ്റ് പ്രകാശിക്കുക. അപ്പോൾ ക്രിസ്തുവിന്റെ തേജസ് നിന്റെ മേൽ പ്രകാശിക്കും. സകല പ്രതികൂലങ്ങളെയും അവഗണിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഈ പ്രകാശം നമ്മെ പ്രാപ്തരാക്കും. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം.
ഇമെയിൽ aroma matrimony2020@gmail.com.